അമേരിക്കയുടെ അതിർത്തികൾ മാറ്റിവരച്ച ഡൊണാൾഡ് ട്രംപ്. കാനഡയും വെനസ്വേലയും ഗ്രീൻലാൻഡും ഇനി അമേരിക്കയുടെ ഭാഗം. ലോക നേതാക്കളെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ ഭൂപടം പുറത്തുവിട്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്യൻ നേതാക്കളുമായിട്ടുള്ള നിർണായക കൂടിക്കാഴ്ചയുടെ ഇടയിലാണ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിൽ ഈ ചിത്രം പങ്കുവച്ചത്. AI സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചതെന്ന് കരുതുന്ന ചിത്രത്തിൽ ബ്രിട്ടീഷ്, ഇറ്റാലിയൻ, ഫ്രഞ്ച് ഭരണാധികാരികൾക്ക് നടുവിൽ ട്രംപ് ഇരിക്കുന്നതായും പശ്ചാത്തലത്തിൽ കാനഡയും വെനസ്വേലയും ഗ്രീൻലാൻഡും അമേരിക്കയുടെ അതേ നിറത്തിൽ അടയാളപ്പെടുത്തിയ ഭൂപടവുമാണ് ഉള്ളത്. ഇതിന് തൊട്ടു പിന്നാലെ വൈസ് പ്രസിഡന്റിനൊപ്പം ഗ്രീൻലാൻഡിൽ അമേരിക്കൻ പതാക ഉയർത്തുന്ന ചിത്രവും ഗ്രീൻലാൻഡ് US ടെറിട്ടറി എസ്റ്റ് 2026 എന്ന കുറിപ്പും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഇതൊരു വെറും ചിത്രമല്ല, മറിച്ച് ട്രംപിന്റെ കൃത്യമായ രാഷ്ട്രീയ ഒരു വിഷനാണ്. കഴിഞ്ഞ വർഷം അധികാരമേറ്റപ്പോൾ തന്നെ കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അതിനെ ആരും കാര്യമായിട്ട് എടുത്തിരുന്നില്ല. കാനഡ ഇത് നിരസിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ വ്യാപാര യുദ്ധം തന്നെയാണ് നടന്നത്. ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള നീക്കത്തെ ചൊല്ലി യൂറോപ്യൻ രാജ്യങ്ങളുമായി ട്രംപ് നേരത്തെ തന്നെ തർക്കത്തിലുമാണ്. ഏറ്റവും ഒടുവിൽ വെനസ്വേലയിലും അമേരിക്ക പിടിമുറുക്കിയിട്ടുണ്ട്. ഈ മാസം ആദ്യം നമുക്കറിയാം US സൈന്യം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെ അറസ്റ്റ് ചെയ്ത് ന്യൂയോർക്കിൽ എത്തിച്ചിരുന്നു. വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് അമേരിക്കൻ കമ്പനികൾ നിയന്ത്രിക്കുമെന്നും ട്രംപ് തുറന്നടിച്ചിരുന്നു. ഇതിനൊന്നും തന്നെ യാതൊരു മടിയുമില്ലാത്ത ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ വെനസ്വേലയിലും കാനഡയും സ്വന്തം ഭൂപടത്തിൽ ചേർത്ത് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നത്. നയതന്ത്ര മര്യാദകളെല്ലാം കാറ്റിൽ പറത്തി പരമാധികാര രാജ്യങ്ങളെ സ്വന്തം ഭൂപടത്തിൽ വരച്ചു ചേർത്ത ട്രംപിന്റെ നടപടി ലോകരാഷ്ട്രങ്ങളെ മുൾമുനയിൽ തന്നെയാണ് നിർത്തുന്നത്. കാരണം ഈ ഭ്രാന്തൻ ഇരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേരയിലാണ്. അത് ലോകത്തിലെ രാജാവിന്റെ കസേരയുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.